ഞാനിതിനെ കല്ലേപ്പരത്തി അപ്പം എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല. ചിലർ ഒറോട്ടി എന്ന് പറയും. പക്ഷേ എനിക്കിത് കല്ലേപ്പരത്തി അപ്പമാണ്. അത് ഞാനിവിടെ മിക്കപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്ത് ഉപ്പുമിട്ട് ഞാനിപ്പോൾ ഒഴിക്കുന്നത് തേങ്ങ വെള്ളമാണ്. അത് അരിച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, അളവ് പറയാത്തത് ഓരോരുത്തരുടെ വീട്ടിൽ ആവശ്യത്തിനനുസരിച്ചെടുക്കുക. തേങ്ങ കുറച്ച് കൂടുതൽ നിൽക്കുന്നത് നല്ലതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയുടെ ഒന്നും പരുവമല്ല, അതിൽ ലൂസായിട്ട് നിൽക്കണം. നമ്മൾ ഇലയിലോട്ട് അങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ അത് ഇച്ചിരി ലൂസ് അയഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് വിരൽ കൊണ്ടത് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് കുഴച്ച് എടുക്കണം. വെള്ളം ആവശ്യത്തിന് ചേർക്കണം. ഒട്ടും പിശുക്ക് കാണിക്കണ്ട. ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം അത് കുഴച്ചെടുക്കാൻ. നന്നായിട്ട് കുഴച്ച് അയച്ചെടുക്കണം. കട്ടയായിട്ടിരിക്കരുത്. വെള്ളം കൂടി പോവുകയും ചെയ്യരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുക നല്ല ലൂസാക്കി എടുക്കണം. ഒരു നല്ല ലൂസ് പരുവം. എന്നിട്ടൊരു വാഴയില എടുത്ത് ഒരല്പം വെള്ളം തളിച്ച്, ചിലർ എണ്ണ തടവാറുണ്ട്. ഞാൻ വെള്ളമാണ് തളിക്കുന്നത്. നമ്മളെ കുഴയ്ക്കാനെടുത്ത വെള്ളം അത് തളിച്ച് ഒരുണ്ട മാവിട്ട് നമ്മുടെ വിരൽ കൊണ്ട് പരത്തിയെടുക്കുക. ഒരുപാട് കട്ടിയാവരുത്, അധികം കനമില്ലാതെയും വേണം പരത്താൻ. ചൂടായ തവയിൽ ഒരല്പം വെള്ളം തടവുകയോ എണ്ണ തൂക്കുന്നവർ എണ്ണ തൂക്കുക. ഈ വാഴയില പരത്തിയത് അങ്ങോട്ട് എടുത്ത് അടിച്ചാണ് ഞാൻ വെക്കുക. എന്ന് വെച്ചാൽ ഇച്ചിരി ബലത്തിലാണ് അങ്ങോട്ട് ദോശക്കല്ലെടുത്തിടുന്നത്, തവയിലിടുന്നത്. ദോശക്കല്ലിൽ ഉണ്ടാക്കാൻ പറ്റും, തവയിലും ഉണ്ടാക്കാൻ പറ്റും. തവയിലുണ്ടാക്കുമ്പോൾ സൈഡിലൊക്കെ ഇച്ചിരി പറ്റി പിടിച്ചിരിക്കുക, വെള്ളം പെട്ടെന്ന് വലിയത്തില്ലേ. എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് ചുട്ടെടുക്കുക. അതുപോലെ ഇങ്ങനെയാണ് ഞാൻ ഇളക്കിയെടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ച് പരത്തുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇലയിൽ നിന്ന് വിട്ടുപോകും. ഇതിൻ്റെ ചമ്മന്തിയോ അച്ചാറോ ഒക്കെ കൂട്ടി നമുക്ക് രാവിലെ കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ.